കുട്ടിയെ പുറത്താക്കിയിരിക്കുകയാണ്. ഗവൺമെൻറ് ഇടപെട്ട് ഒരു കാരണവശാലും പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. യൂണിഫോം അംഗീകരിക്കണം. യൂണിഫോം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും വിശ്വാസത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അപ്പോൾ ഞങ്ങൾ സ്വന്തം നിലയിൽ ഞങ്ങളിവിടെ ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയൊന്നും ഒരു നിയമം ഉണ്ടാക്കാനുള്ള അധികാരമൊന്നും ഒരു അൺഎയ്ഡഡ് മാനേജ്മെന്റ് ഇല്ല എന്നുള്ള കാര്യം മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും അനുവാദം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. അൺഎയ്ഡഡ് ആയിരുന്നാലും എയ്ഡഡ് ആയിരുന്നാലും അനുവാദം കൊടുക്കുന്ന ഗവൺമെൻറ്റിനറിയാം നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയാൽ അത് പിൻവലിക്കുവാനുള്ള അധികാരവും ഗവൺമെൻറ് ഉണ്ടെന്നുള്ള കാര്യം ഈ ബന്ധപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം വന്ന് എന്താ സംഭവിച്ചത് അവിടെ ആ സ്കൂളിൽ ഇന്ന് സംഭവിച്ചത്? ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് TC വാങ്ങി, മാനസികമായി പീഡിപ്പിച്ച് അവിടെ നിന്ന് TC വാങ്ങി. ഞാൻ ഇന്ന് രാവിലെ ചോദിച്ച പത്രക്കാരോട് പറഞ്ഞു, ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസികപരമായോ മറ്റേതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സെൻറ് റീത്ത സ്കൂളിനായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഞാൻ സൂചിപ്പിച്ചത് ഈ നിലയിലുള്ള വിദ്യാഭ്യാസ കച്ചവടക്കാരും ഈ നാട്ടിലുണ്ട്, എന്തു ആവാമെന്ന് ധരിക്കുന്നവരുണ്ട്. ആ കാലഘട്ടമെല്ലാം കഴിഞ്ഞു പോയി എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ കുഞ്ഞുമുഹമ്മദ് കുട്ടി മാസ്റ്ററാണെങ്കിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സീറ്റിലിരിക്കുന്നത് വല്ല സമയം കുറച്ച് സമയം ഇരിക്കാറുണ്ട്. ബാക്കിയുള്ള സമയം മുഴുവൻ മന്ത്രിമാരുടെ അടുത്താണ്. ഒരു കെട്ട് പേപ്പറുമായിട്ടാണ് നിയമസഭയ്ക്ക് അദ്ദേഹം വരുന്നത്. ഓരോ 20 മന്ത്രിമാരെ കണ്ടു തീരുമെന്ന് തന്നെ വൈദ്യരാവുമല്ലോ. അപ്പോൾ ആ നിലയിൽ നിങ്ങളുടെ മണ്ഡലത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ MLA എന്നുള്ള കാര്യം ഞാൻ മുഖസ്തുതിയൊന്നും അല്ലാതെ തന്നെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു IT